കണ്ടിട്ടില്ലാത്ത അത്ഭുത നന്മകൾ എനിക്കായി യേശു ഒരുക്കുന്നു. വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു. ഇന്നയോളമാരും കേൾക്കാത്ത ഇന്നോളം കണ്ടു കണ്ടിട്ടില്ലാത്ത അത്ഭുത നന്മകൾ എനിക്കായി യേശു ഒരുക്കുന്നു. വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ നാമത്തിൽ അഭിഷേകം. യേശുവേ യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ നാമത്തിൽ അഭിഷേകം. യേശുവേ എന്നെക്കാളും നിലവുകൾ നന്നായി അറിഞ്ഞിടും യേശുവുള്ളപ്പോ മനമേ ഭയമെന്തിന് വാഗ്ദത്തം പാലിച്ചിടുന്ന വാക്കുമാറാത്തവൻ യേശുവുള്ളപ്പോ എന്തിന് ുള്ളതെല്ലാം ദാനമല്ലോ പ്രിയ, ഇനി നീ മതിയേ. എന്നെക്കാളും നിലവുകൾ നന്നായി അറിഞ്ഞിടുന്ന യേശുവുള്ളപ്പോൾ മനമേ ഭയമെന്തിന് വാഗ്ദത്തം പാലിച്ചിടുന്ന ചഞ്ചലം ഇനി എന്തിന് ഞാനും എനിക്കുള്ളതെല്ലാം ദാനമല്ലോ പ്രിയ, ഇനി നീ മതിയേ. ഞാനും എനിക്കുള്ളതെല്ലാം ദാനമല്ലോ പ്രിയ, ഇനി നീ മതിയേ. യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ നാമത്തിൽ അഭിഷേകം. യേശുവേ യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ എല്ലാവരും ചേർന്ന് യേശുവിൻ നാമത്തിൽ അഭിഷേകം. യേശുവേ കഷ്ടങ്ങളിലും കൃപയായി നിന്നിടുവാൻ ബലം തരിക നാഥനേ. നയിക്കുക എന്റെ യേശുവേ തളരാതെ കഷ്ടങ്ങളിലും കൃപയാൽ നിന്നിടുവാൻ ബലം തരിക നാഥനേ. നയിക്കുക എന്റെ യേശുവേ സഹിച്ചതു എന്നെ വീണ്ടെടുത്തിടുവാൻ അല്പമീയൻ വേദനകളെ സാരമില്ലെന്നോർത്തിടും ഞാൻ. ക്രൂശിനായി സഹിച്ചതു എന്നെ വീണ്ടെടുത്തിടുവാൻ അല്പമീയൻ വേദനകളെ സാരമില്ലെന്നോർത്തിടും ഞാൻ. ഞാനും എനിക്കുള്ളതെല്ലാം ദാനമല്ലോ പ്രിയ, ഇനി നീ മതിയേ. ഞാനും എനിക്കുള്ളതെല്ലാം ദാനമല്ലോ പ്രിയ, ഇനി നീ മതിയേ. യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ നാമത്തിൽ അഭിഷേകം. യേശുവേ എല്ലാവരും ചേർന്ന് യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ നാമത്തിൽ അഭിഷേകം. യേശുവേ
Praise the Lord. എല്ലാ നാമം തുറന്ന് എല്ലാ കരങ്ങളും തട്ടി ദൈവത്തെ സ്തുതിക്കാം. ഇത് ദൈവ സന്ദർശനത്തിന്റെ നിമിഷം. ദൈവ കൃപയുടെ നിമിഷം. എല്ലാ സ്തുതിയും എല്ലാ പുകഴ്ചയും എല്ലാ മഹത്വവും എല്ലാ മാനവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് എല്ലാ മഹത്വവും നാഥ അങ്ങേക്ക്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. We love you, Lord. We worship you, Lord. We glorify the name. You are holy. You are holy. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Amen. എല്ലാ കരങ്ങളും തട്ടി ദൈവത്തെ സ്തുതിക്കാം. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. നാം ഒരു സൈന്യമായി എഴുന്നേൽക്കുകയാണ്. Hallelujah. ആമേൻ. നാം ദൈവജനമായി എഴുന്നേൽക്കുകയാണ്. Hallelujah. യേശുവിന്റെ നാമത്തെ നാം ഉയർത്തുകയാണ്. അവന് മഹത്വം കരേറ്റുവാൻ അവന്റെ അത്ഭുത സാക്ഷികളായി നാം എഴുന്നേൽക്കുക. ശാന്തമായിരുന്നു. അനുഗ്രഹീതമായ ഈ പകൽവേളയിൽ ഈ ആത്മീയ ശുശ്രൂഷയിൽ ആഗതരായിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിനും യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കട്ടെ. ഇന്ന് പകൽക്കാലം നാം വിശ്വസിക്കുന്നത് പോലെ ജീവനുള്ള ദൈവം നമ്മോടുകൂടെ ഉണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. എന്തുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുന്നത്? എന്തുകൊണ്ടാണ് സുവിശേഷത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുവാൻ കാരണമായി തീരുന്നത്? അത് മറ്റൊന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഈ ചരിത്രത്തിൻ്റെ ഗതിയെ സ്വാധീനിച്ച 3 വ്യക്തികളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഈ പകൽക്കാലം ക്ഷണിക്കുകയാണ്. ഒന്ന്, ശാസ്ത്ര ലോകത്തിന് അടിത്തറ പാകിയ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന അതുല്യ പ്രഭാവനായ മനുഷ്യൻ. The theory of relativity, ആപേക്ഷിക സിദ്ധാന്തമെന്ന തൻ്റെ ബൗദ്ധിക സിദ്ധാന്തം കൊണ്ട് ശാസ്ത്ര ലോകത്തിന് ഒരു അടിത്തറ പാകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഭാരതീയ ശാസ്ത്രജ്ഞന്മാരായ ഡോക്ടർ ജോർജ് സുദർശനെ പോലെയുള്ള ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തം ഒരു പഴഞ്ചനായി എന്ന് വിധി എഴുതുവാൻ തയ്യാറായി. ഒരു കാലത്ത് മനുഷ്യൻ അവൻ്റെ മസ്തിഷ്കത്തിൽ കരുപ്പിടിപ്പിച്ച ശാസ്ത്രീയ സത്യങ്ങൾ അവയെ അവൻ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുവാൻ തയ്യാറായി. മറ്റൊരു മനുഷ്യലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. കാറൽ മാർക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന അതുല്യ പ്രഭാവനായ മനുഷ്യൻ. ലോക ചരിത്രത്തിലെ 1/3 ജനതയെ തൻ്റെ പ്രത്യയ ശാസ്ത്രം കൊണ്ട് തന്നിലേക്ക് ആകർഷിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ കാറൽ മാർക്സിൻ്റെ വിപ്ലവ പ്രത്യയശാസ്ത്രത്തിന് വിത്തുപാകിയ രാഷ്ട്രങ്ങൾ, അവിടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ ഇന്നും വിശുദ്ധ വേദത്തിലേക്ക് പ്രൈസ് ദി ലോർഡ് ഓടിയെത്തുകയാണ്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. മനുഷ്യൻ അവൻ്റെ മസ്തിഷ്കത്തിൽ രൂപപ്പെടുത്തിയ പ്രത്യയശാസ്ത്രങ്ങളെ അവൻ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുവാൻ തയ്യാറായി. എന്നാൽ ഇവിടെ ഇതാ ഒരുവൻ ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച് ചരിത്രത്തിന്റെ നടുവിൽ നടുനായകത്വം വഹിക്കുന്ന സാക്ഷാൽ നസ്രായൻ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ്സെല്ലറായ, ഏറ്റവും വിപണന സാധ്യതയുള്ള വിപണന മൂല്യമുള്ള ഒരു പുസ്തകമായി ഇന്നും ബൈബിൾ അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്.
ഞാൻ ഓർപ്പിച്ചത്, ആമീൻ, ഇന്നലകളിൽ മനുഷ്യൻ പടച്ചുണ്ടാക്കിയ ശാസ്ത്രീയ സത്യങ്ങൾ, അവൻ കണ്ടുപിടിച്ചതായിട്ടുള്ള, അവൻ രൂപപ്പെടുത്തിയതായിട്ടുള്ള പ്രത്യയ ശാസ്ത്രങ്ങൾ, അതിനെയൊക്കെ അവൻ ഇത്തരത്തിൽ ആമീൻ വലിച്ചെറിയുവാൻ തയ്യാറായപ്പോൾ ഇന്നും സുവിശേഷം അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. സഖാവ് EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ പറയുന്നു, ഇന്നും യേശുവിൻ്റെ സുവിശേഷം ആയിരങ്ങളെ ആകർഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നരപൂജികളെ നരസ്നേഹികളാക്കി മാറ്റിക്കൊണ്ട്, നിരീശ്വര മതത്തിൻ്റെ കോട്ട കൊത്തളങ്ങളെ തകർത്തുകൊണ്ട് ആ സുവിശേഷം അതിൻ്റെ ജൈത്രയാത്രയെ ഉയരുകയാണ്. ആമീൻ, തുടരുകയാണ്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ആമീൻ, ചില ദിവസങ്ങൾക്കപ്പുറം ലോസ് ഏഞ്ചലസിൽ അവിടെ ആമീൻ ഒരു തിയേറ്ററിൽ ഹല്ലേലൂയ ആമീൻ ഒരു പ്രത്യേക അവാർഡ് ദാന ചടങ്ങിന് ആമീൻ നേതൃത്വം കൊടുത്ത ആങ്കർ വിളിച്ചു പറഞ്ഞു, ലോസ് ഏഞ്ചലസിൽ ഹല്ലേലൂയ ആമീൻ ഞങ്ങളുടെ സംസ്ഥാനത്ത് ദൈവം എന്ന് പറയുന്നത് 0% ആണ്. ദൈവത്തിന്റെ സ്ഥാനമെന്ന് പറയുന്നത് 0% ആണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, അവിടെ ആമീൻ ഞങ്ങളുടെ സംസ്ഥാനത്ത് ദൈവത്തിന് സ്ഥാനമില്ലെന്ന് ആ പെൺകുടി വിളിച്ചു പറഞ്ഞു. മണിക്കൂറുകൾ അവസാനിക്കുന്നതിന് മുമ്പ് ആമീൻ പ്രൈസ് ദി ലോർഡ് അവൻ്റെ സമ്പത്ത് കൊണ്ടും സാധ്യതകൾ കൊണ്ടും പരിഹാരം വരുത്താൻ കഴിയാത്ത നിലയിൽ ഭ്രഷ്ടത്തിൻ്റെ ഊരാക്കുടുക്കിൽപ്പെട്ട് ജീവരക്ഷയ്ക്കായി മനുഷ്യൻ പലായനം ചെയ്യുന്ന കാഴ്ച ആമീൻ അമേരിക്കയിലെ ആമീൻ ഏറ്റവും പണക്കാർ താമസിക്കുന്ന, ഉന്നതർ താമസിക്കുന്ന, ഹല്ലേലൂയ ഹല്ലേലൂയ ആമീൻ ഹോളിവുഡ് താരങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നൂറുകണക്കിന് ആൾക്കാർ ഓടി ആമീൻ പ്രാണരക്ഷയ്ക്കായി ആമീൻ നെട്ടോട്ടമോടേണ്ടി വന്നു. ദൈവത്തെ മാറ്റി നിർത്തി മനുഷ്യ നിനക്ക് നിലനിൽപ്പില്ല എന്ന് ദൈവം 0% ആയാൽ ആമീൻ നിന്റെ സുരക്ഷിതത്വം ആമീൻ പ്രൈസ് ദി ലോർഡ് നിന്റെ ജീവിതത്തിന്റെ ഭദ്രത ഇല്ലാതായി തീരുമെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് വേറെ പണിയൊന്നും കിട്ടാഞ്ഞിട്ടല്ല ഞങ്ങൾ സുവിശേഷവുമായി ഇറങ്ങി തിരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥം പകർന്ന, ലക്ഷ്യം പകർന്ന സുവിശേഷം, ആ സുവിശേഷം ഇന്നും ജീവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമീൻ. നിങ്ങൾക്കറിയാം ഹല്ലേലൂയ വിശുദ്ധ വേദം ആമീൻ പ്രൈസ് ദി ലോർഡ് അത് പരിഭാഷപ്പെടുത്തിയ മനുഷ്യൻ ഹല്ലേലൂയ അദ്ദേഹത്തോട് വൈരാഗ്യം തീർക്കുവാൻ കഴിയാതെ പ്രതിലോമ ശക്തികൾ അദ്ദേഹത്തിൻ്റെ എല്ലിൻ കഷണം ആമീൻ പ്രൈസ് ദി ലോർഡ് എടുത്ത് കത്തിച്ച് നൈൽ നദിയിൽ, നീല നദിയിൽ ഒഴുക്കി. പ്രൈസ് ദി ലോർഡ്. എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാം. ആ നൈൽ നദിയുടെ ഇരു കരകളിലും സുവിശേഷം വ്യാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആ ശ്രീകൂടത്തിന്റെ അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തിയ സ്ഥലങ്ങളിലെല്ലാം സുവിശേഷം വ്യാപിച്ചു. ആമീൻ. നൈൽ നദിയുടെ ഇരുകരകളിലും സുവിശേഷം വ്യാപിച്ചു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വ്യക്തികളെ നശിപ്പിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അവർ പറയുന്ന ആമീൻ സുവിശേഷത്തെ നിങ്ങൾക്ക് ഇല്ലായ്മ ചെയ്യുവാൻ കഴിയില്ല. മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാട്ട്, മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവത്തെ ആരാധിക്കുന്നത്. ചിലർ ചോദിക്കും, ഇത്രയധികം ബഹളമുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഇന്ന് പകൽക്കാലം ആമീൻ ഹല്ലേലൂയ ഈ പേപ്പട്ടി കടിച്ചവർക്ക് എന്ത് കൂട്ടാൻ പറ്റത്തില്ല? ആമീൻ. അവർക്ക് നാരങ്ങ കണ്ടാൽ അവർക്ക് കുഴപ്പമാണ്, ഇല്ലേ? കാരണം അവരിത് കഴിച്ചാൽ എന്ത് സംഭവിക്കും? കുരയ്ക്കും. പ്രൈസ് ദി ലോർഡ്. നിനക്കിത് അറപ്പാനെ കഴിക്കണ്ടാവേ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവജീവൻ ഉള്ളിലുള്ളവന് ദൈവത്തെ സ്തുതിക്കാൻ ഇരിക്കാൻ കഴിയില്ല. ദൈവകൃപ അനുഭവിച്ചവന് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പാടാറുള്ള ആരാധിപ്പാൻ നമുക്ക്
കാരണമുണ്ട്, കൈകെട്ടി പാടാൻ കാരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ കൃപകൾ, ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവിക സന്തോഷം, സമാധാനം, ഹല്ലേലൂയ, അത് മറ്റൊരു സ്ഥലത്തും ഞങ്ങൾക്ക് ലഭ്യമല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നത്.